ദാസരിൽ ദിവ്യദാനങ്ങളേഴുമേകുവാൻ നീ വരൂ. പാവനാത്മനെ കാത്തിരിക്കുമേ ദാസരിൽ ദിവ്യദാനങ്ങളേഴുമേകുവാൻ നീ വരൂ. വരമായി ആത്മദാനമായി വരമായി ജീവശക്തിയായി ഏക മനസ്സ് എന്ന് പറഞ്ഞാൽ ഐക്യം, ഐക്യത്തിന്റെ ആത്മാവ്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് എഴുതിയിരിക്കുകയാണ്. എന്തിനാ പള്ളിയിൽ പോണേ? ആ പള്ളിയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനാണോ? ഈ പരിശുദ്ധാത്മാവാകുന്ന നദി കടക്കാൻ കർത്താവേ എനിക്ക് കൃപ വേണം. നമ്മൾ 1-2 വചനം വായിച്ചാൽ അത് മനസ്സിലാകും. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം തിരുവചനം വായിച്ചേ. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 14, 14-ാം തിരുവചനം. ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. കണ്ടോ? ഒന്നും കൂടെ ആദ്യത്തെ വചനം ഒന്ന് വായിച്ചേ. ഇവർ ഏക മനസ്സോടെ. എങ്ങനെ? ഏക മനസ്സോടെ. ഒന്നും കൂടെ പറഞ്ഞ എങ്ങനെ? ഇവർ ഏക മനസ്സോടെ. അവർക്കൊരൊറ്റ മനസ്സേ ഉള്ളൂ. ഏക മനസ്സ് എന്ന് പറഞ്ഞാൽ ഐക്യം, ഐക്യത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞ എന്തിന്റെ ആത്മാവ്? ഐക്യത്തിന്റെ ആത്മാവ്. അവര് തമ്മിൽ ഭിന്നതയില്ല, കലഹമില്ല, ശത്രുതയില്ല, വെറുപ്പില്ല. മനസ്സിലാവണുണ്ടോ? ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒത്തിരിയേറെ ഡിവിഷൻസ് ഉണ്ടല്ലോ. രൂപതകൾ തമ്മിൽ, ധ്യാന കേന്ദ്രങ്ങൾ തമ്മിൽ, ധ്യാന ഗുരുക്കൾ തമ്മിൽ, ശുശ്രൂഷകർ തമ്മിൽ, അതും ഇതും ഒന്നും ഇല്ലെന്ന്. അവര് തമ്മിൽ ഐക്യം, ഏക മനസ്സോടെ. ഇത് പ്രധാനപ്പെട്ടതാണ്. പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നിന്റെ ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പോ വിരോധമോ അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നന്നായി ക്ഷമിച്ച് കുമ്പസാരിച്ചൊരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല വിഷയങ്ങളിൽ വെറുപ്പും തർക്കവും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും, ചില സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ ആ വിഷയങ്ങളെല്ലാം സമർപ്പിച്ച് ഐക്യത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞേ, ഐക്യത്തിന്റെ ആത്മാവ്. പറഞ്ഞേ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1-ാം വചനം വായിച്ചേ. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സ് 1. അപ്പസ്തോല പ്രവർത്തനം 2:1 വായിച്ചേ. പെന്തക്കോസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നെന്ന്. കണ്ടോ? അവരെല്ലാവരും ഒരുമിച്ച് കൂടി. അവരെല്ലാവരും അവരവരുടെ സ്ഥലത്തിരുന്നല്ല, ഗ്രൂപ്പായിട്ട് തിരിഞ്ഞെന്നല്ല. മലയാളി വേറെ, ബംഗാളി വേറെ, തമിഴൻ വേറെ, അങ്ങനെയല്ല. അവരെല്ലാവരും ഒരുമിച്ച്, ഭാഷാ വ്യത്യാസമില്ലാതെ, വർഗ വ്യത്യാസമില്ലാതെ, അല്ലേ? പണക്കാരനും പാവപ്പെട്ടവനും വ്യത്യാസമില്ലാതെ, പദവികൾ നോക്കാതെ, തൊഴിലാളിയും മുതലാളിയും ഒരുമിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ഐക്യത്തിന്റെ ആത്മാവ്. വായിച്ചേ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42-ാം വചനം വായിച്ചേ. 42, ചാപ്റ്റർ 2 വേഴ്സ് 42. ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. കൂട്ടായ്മ. കണ്ടോ? അവർ ഒറ്റ മനസ്സായിരുന്നു. വീണ്ടും വായിച്ചേ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 46-ാം വചനം വായിച്ചേ. 2:46, ചാപ്റ്റർ 2 വേഴ്സ് 46. അവർ ഏക മനസ്സോടെ. കണ്ടോ? അവർ ഏക മനസ്സോടെ. വീണ്ടും 4-ാം അധ്യായം 24-ാം വചനം ഒന്ന് വായിച്ചേ. 4:24, ചാപ്റ്റർ 4 വേഴ്സ് 24. 4-ാം അധ്യായം 24-ാം തിരുവചനം. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു. കണ്ടോ? വചനം എന്താ പറയുന്നത്? അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഐക്യത്തിന്റെ ആത്മാവ്. വീണ്ടും
4-ാം അധ്യായം 32-ാം തിരുവചനം വായിച്ചേ. 32 ചാപ്റ്റർ 4 വേഴ്സ് 32. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. കണ്ടോ, ഒരു ഹൃദയവും ഒരാത്മാവും, ഒറ്റ മനസ്സ്. വീണ്ടും 5-ാം അധ്യായം 12-ാം തിരുവചനം വായിച്ച് 5:12. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അടുത്ത വചനം, അവർ ഏകമനസ്സോടെ. കണ്ടോ, ഏകമനസ്സോടെ. ഇങ്ങോട്ട് നോക്കിക്കേ എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് എഴുതിയിരിക്കുകയാണ്, ഏകമനസ്സോടെ. പന്തക്കുസ്ത തിരുനാളിന് ഒരുങ്ങുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരോടെങ്കിലും വെറുപ്പ്, വിരോധം, വിദ്വേഷം, മത്സരബുദ്ധി, അസ്വസ്ഥതയുണ്ടെങ്കിൽ കർത്താവിന് സമർപ്പിച്ച് ക്ഷമിച്ച് ക്ഷമ ചോദിച്ച് കുമ്പസാരിച്ച് വേണം ഈ ദിവസങ്ങളിൽ ഒരുങ്ങാൻ. ഏക മനസ്സോടെ. വലതും ഇടതും ഇരിക്കുന്നവർ കൈ കൊടുത്തോണ്ട് പറ, ഏക മനസ്സോടെ. ഏക മനസ്സോടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ പന്തക്കുസ്ത തിരുനാളിന് എങ്ങനെ ഒരുങ്ങണമെന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? മറന്നോ? ചോദിച്ചുകൊണ്ടേയിരിക്കുക. രണ്ടാമത്തെ കാര്യം ദാഹം, പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു ദാഹം. മൂന്നാമത്തെ കാര്യം ഏക മനസ്സോടെ. നാലാമത്തെ കാര്യം അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം തിരുവചനം. നമ്മൾ വായിച്ച വചനം തന്നെയാണ്, എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അവിടുന്ന് പഠിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം വചനം വായിച്ചേ. ഇവർ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവരുടെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. എന്തിൽ മുഴുകിയിരുന്നു? പറ. പ്രാർത്ഥനയിൽ. വേറെ ഒരു പണിയും ഇല്ല, ഒറ്റപ്പണി. എന്തു പണി? പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഏകാഗ്രത. ഈ ദിവസങ്ങളിൽ ഒരൊറ്റ കാര്യം മനസ്സിലങ്ങ് ചിന്തിച്ചോണം, പ്രാർത്ഥിച്ചോണം, ആഗ്രഹിച്ചോണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഈ വിഷയത്തിനു വേണ്ടി നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനയിലൊക്കെ ഏകാഗ്രതയും, അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഉദാഹരണത്തിന്, എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? എന്തിനാ പള്ളിയിൽ പോകുന്നേ? പറഞ്ഞേ, എന്തിനാ പള്ളിയിൽ പോണേ? കേട്ടില്ല. എന്തിനാ പള്ളിയിൽ പോണേ? പള്ളിയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനാണോ? ആണോ? കഴിഞ്ഞ നാളുകളിൽ ഞാനൊരു ഇടവകയിൽ ഒരു പ്രതിസന്ധിയിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ വികാരിച്ചൻ പറഞ്ഞിട്ട് ഒരു ചേട്ടനെ പോയി കണ്ട. ആ ഇടവകയിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ പള്ളി വരുന്നില്ല. അപ്പൊ വികാരിച്ചന് വലിയ സങ്കടം. അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കാൻ ചെന്നപ്പോ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്, ആ ഇടവകയിലെ പ്രധാനപ്പെട്ട സാമ്പത്തികമായിട്ടൊക്കെ അത്യാവശ്യം ശേഷിയുള്ള ആളാണ്. ഇയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ 12 വർഷമായി ഞാൻ എൻ്റെ ഇടവകയിലെ ട്രസ്റ്റിയായിരുന്നു, കൈക്കാരനായിരുന്നു. ഇപ്പോൾ പുതിയ അച്ഛൻ വന്ന് പുതിയ ആളുകളെ തിരഞ്ഞെടുത്തു, എന്നെ തിരഞ്ഞെടുത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പള്ളി പോകുന്നില്ല. അപ്പൊ ഇദ്ദേഹം ഇത്രയും നാളും പള്ളി പോയിരുന്നത് എന്തിനായിരുന്നു? പറയൂ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പല സംഭവങ്ങളും അറിയാം അല്ലേ? വേറൊരിടവകയില് പാട്ട് സംഘം. അവിടെ അച്ഛൻ വന്നതിന് ശേഷം അദ്ദേഹം ഒരു പാട്ടുകാരനാണ്, അച്ഛനും പാട്ടുകാരനാണ്. അച്ഛൻ പുതിയ ആളുകളെ തിരഞ്ഞെടുത്തു. പഴയ ആളുകൾ പിണങ്ങി, ഒരു സംഘം പള്ളി വരുന്നില്ല. ചർച്ച ഇങ്ങനെ ഇരുത്തിക്കൊണ്ടിരുന്നപ്പോൾ പഴയ സംഘം പറഞ്ഞു, ഞങ്ങൾ വർഷങ്ങളായി ഇവിടെ പാട്ട് പാടുന്നവരാണ്, ഞങ്ങളെ ഇപ്പോൾ പാട്ട് പാടാൻ അനുവദിക്കാത്തത് കൊണ്ട് ഞങ്ങൾ പള്ളിയിൽ വരുന്നില്ല. എന്തിനാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്? പറയൂ. ഉറങ്ങുവാണോ ചേട്ടാ? എന്തിനാ പള്ളിയിൽ പോണേ?
ചിലര് പള്ളിയിൽ പോകുന്നത് പള്ളിയിലെ കാര്യങ്ങൾ നോക്കി നടത്താൻ, അല്ലേ? നല്ല കാര്യം. പക്ഷേ ഓർക്കണം, പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആരെക്കുറിച്ച്? ആദിമ ക്രൈസ്തവര്. അവര് പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ട്രസ്റ്റി ആകാത്തതിന്റെ പേര് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല, പാട്ട് സംഘത്തിൽ നിന്ന് മാറ്റി നോർത്തി ഇട്ടിട്ട് പോയില്ല. മറിച്ച് എന്ത് ചെയ്തു? അവര് ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കണം. വലത് ഇടതിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, പ്രാർത്ഥനയിൽ മുഴുകണം. പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വേറെ പണിയൊന്നുമല്ലെന്ന്. പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കണം, കൂട്ടായ്മയോട് ചേർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അഞ്ചാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം എന്താണ്? ചോദിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തെ കാര്യം ദാഹം ഉണ്ടാവണം. മൂന്നാമത്തെ കാര്യം ഏക മനസ്സോടെ. നാലാമത്തെ കാര്യം പ്രാർത്ഥനയിൽ മുഴുകണം. വേറെ ഒന്നുമല്ല, പ്രാർത്ഥനയിൽ. അഞ്ചാമത്തെ കാര്യം അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനം. അപ്പസ്തോല പ്രവർത്തനം 1:4. Acts of the Apostles chapter 1:4. വായിച്ചേ. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കണം. ഇതിനു വേണ്ടി കാത്തിരിക്കണം. 10 ദിവസത്തെ പന്തക്കുസ്തായ്ക്ക് വേണ്ടിയുള്ള ഒരുക്ക ശുശ്രൂഷയെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഓർത്തോണം, അതൊരു കാത്തിരിപ്പ് പ്രാർത്ഥനയാണ്, കുത്തിയിരുന്നൊരു പ്രാർത്ഥനയാണ്. അതിനുവേണ്ടി കാത്തിരിക്കണം. ഈശോ പറയാണ്, നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് വരെ കാത്തിരിക്കണം. പറഞ്ഞേ. യു മസ്റ്റ് വെയിറ്റ് ആൻഡ് പ്രേ. അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കണം. ഒറ്റ നേരം പ്രാർത്ഥിച്ചു, കിട്ടി അതല്ല, മറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, ആദിമ ക്രൈസ്തവ സമൂഹം എത്ര പേര്? 120 പേര് പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ 10 ദിവസം ഇങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. അതല്ലേ പന്തക്കുസ്ത. ആ ദിവസങ്ങളിൽ അവർ മറ്റു കാര്യങ്ങൾ വ്യാപരിച്ചില്ല, മറിച്ച് ഒറ്റ കാര്യം, പരിശുദ്ധാത്മാവേ. അവരിങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, അനുഭവിക്കാൻ പറ്റി. എല്ലാവരും ചാടി എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. എസെക്കിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് മറക്കരുത്. മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു നദി. ആ നദി പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവാകുന്ന നദി കടക്കാൻ കർത്താവേ എനിക്ക് കൃപ വേണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പന്തക്കുസ്ത നാളിൽ സംഭവിച്ച അതേ അഭിഷേകം ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ചേർന്നൊന്ന് പാടിക്കേ. മുട്ടോളമല്ല കർത്താവേ, അരയോളം പോലെ കർത്താവേ, വലിയൊരു നദി കർത്താവേ സംഭവിക്കട്ടെ. ആമേൻ. ഓ ദൈവത്തിന്റെ ആത്മാവേ സംഭവിക്കട്ടെ, ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കൈയടിച്ചാലോ? നന്നായിട്ട് കൈയടിച്ചേ, ശക്തിയോടെ. ആമേൻ. എല്ലാവരും. അരയോളം പോരെ, വലിയൊരു ജീവ നദിയൊഴുകോളം അല്ല. പഠിക്കേ. മുട്ടോളമല്ല, അരയോളം പോരെ, വലിയൊരു ജീവ നദിയൊഴുക. നീന്തിയല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുനാഥ. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ ഉയർത്തി എല്ലാവരും ഉച്ചത്തിൽ പരിശുദ്ധാത്മാവേ
എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ആരാധന സമയം നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാലങ്ങളായി എന്റെ മേലുള്ള എല്ലാ പാപ തിന്മയുടെ മേഖലകളും, അതോടൊപ്പം തന്നെ എല്ലാ ശാപപീഠകളും, എല്ലാ രോഗപീഠകളും, എല്ലാ മരണത്തിന്റെ സ്വാധീനങ്ങളും ഭയങ്ങളും, എല്ലാ വേദനകളും യേശു കുരിശിൽ നമുക്ക് വേണ്ടി ഏറ്റുവാങ്ങി. ആ കുരിശു മരണത്താൽ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. രണ്ടു കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഈ മേഖലകളിൽ നീ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ ആദവും ഹവ്വായും പാപം ചെയ്തതോടുകൂടി അവരുടെ മേൽ കടന്നു വന്ന ഈ അടിസ്ഥാനപരമായിട്ടുള്ള 5 മേഖലകളിലെ തകർച്ചകൾ നിന്റെ ജീവിതത്തിൽ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടോ? എന്താണ് നിന്റെ അവസ്ഥ? ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക. ഏതെങ്കിലും തരത്തിലുള്ളൊരു പാപ വഴികളിൽ നീ കുടുങ്ങിക്കിടക്കുവാണോ? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഞാൻ രക്ഷപ്പെടത്തില്ല എന്ന്? എന്റെ ജീവിതം ഇങ്ങനെയാണ്, ഇത് വിധിയാണ് എന്നിങ്ങനെ നീ നിന്നോട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതാ നിനക്ക് വേണ്ടി കർത്താവ് വലിയൊരു സ്വാതന്ത്ര്യം നൽകുകയാണ്. ഇനിമേൽ നീ പാപത്തിന് അടിമയല്ല. യേശു നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചതോടുകൂടി നിന്റെ ജീവിതത്തിൽ നിനക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. ഓരോ വ്യക്തിയും ഇത് വിശ്വസിക്കണം. ഇനിമേൽ ഞാൻ പാപത്തിന് അടിമയല്ല. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇതിങ്ങനെ പലതവണ ഉള്ളിന്റെ ഉള്ളിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ദൈവജനമേ, നിങ്ങൾ വിശ്വസിക്കുക. ഇതാ യേശു എനിക്ക് സൗജന്യ രക്ഷ നൽകുകയാണ്. ഇനി ഞാൻ പാപത്തിന് അടിമയല്ല. ഇനി ഞാൻ പാപത്തിന് അടിമയല്ല. കർത്താവെ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പാപത്തിന് എന്റെ മേൽ അധികാരമില്ല. കർത്താവെ, ഈ വലിയ കൃപ എന്റെ മേൽ സംഭവിക്കപ്പെടട്ടെ. അതോടൊപ്പം തന്നെ നീ വിശ്വസിച്ച് ഏറ്റെടുക്കുക. ഇനിമേലിൽ ഒരു തരത്തിലുള്ള ശാപപീഠകൾക്കും ഞാൻ അടിമയല്ല. എന്റെ വീട്, എന്റെ വ്യക്തിപരമായ ജീവിതം ഏതെങ്കിലും ഒരു ശാപപീഠയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണെങ്കിൽ നീ വിശ്വസിക്കുക, ഒരു ശാപത്തിനും ഞാൻ ഇനിമേൽ അടിമയല്ല. കാരണം യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. യേശുവേ, ശാപത്തെ എന്നേക്കുമായിട്ട് ഗ്രസിച്ചവനെ ഇതാ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കുരിശു മരണത്താൽ എന്നെ നേടിയല്ലോ. ആ നേട്ടത്തിൽ ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള രോഗപീഠകൾ, ശാരീരികവും മാനസികവുമായ രോഗപീഠകൾ നിന്നെ അലട്ടുന്നുണ്ടോ? നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇനിമേൽ ഒരു രോഗത്തിനും എന്റെ മേൽ അധികാരമില്ല. കാരണം ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. ഓ ദൈവജനമേ, വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ഇത് അനുഭവിക്കാൻ സാധിക്കും. ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ മേൽ ഈ മേഖലകൾ പരിശുദ്ധാത്മാ വെളിപ്പെടുത്തി നൽകും. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. മരണഭയമുള്ളവർ, മരണകരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും സംഭവങ്ങൾ കുടുങ്ങിക്കിടക്കുന്നവര്, ജീവിതത്തിൽ എന്റെ ജീവിതം ഇങ്ങനെയാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് സ്വയം മരണതുല്യമായി ജീവിക്കുന്നവർ വിശ്വസിക്കുക. എന്നേക്കുമായി മരണത്തെ ഈ ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റിയ ദൈവം, ഞാനാണ് പുനരുത്ഥാനവും ജീവനുമെന്ന് പഠിപ്പിച്ചവൻ. അവൻ ജീവിച്ചാലും മരിച്ചാലും യേശുവിനോട് കൂടെയാണ്. ഇതാ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം നിത്യം ജീവിക്കുന്നതാണ്. ഈ ഭൂമിയിൽ നമ്മുടെ ശരീരം മണ്ണിനോട് മണ്ണായിട്ട് തീർന്നാലും നിത്യം നിലനിൽക്കുന്ന ഒരു ജീവിതമുണ്ട്. അത് യേശുവിനോട് ചേർന്നാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് ഇതെന്നിൽ സംഭവിക്കട്ടെ. കർത്താവ് ഇതെന്നിൽ സംഭവിക്കട്ടെ. ഈ വചനത്തിന്റെ ശക്തി എന്റെ മേൽ സംഭവിക്കപ്പെടട്ടെ. മരണത്തെ എന്നേക്കുമായിട്ട് അവൻ ഗ്രസിച്ചു. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ഇതാ വചനം നൽകുന്ന 5ാമത്തെ വാഗ്ദാനം. നീ ഇന്ന് കടന്നു പോകുന്ന വേദന, ഞെരുക്കം ഏതു തന്നെയാണെങ്കിലും അതിൽ ആശ്വാസം കർത്താവ് നൽകുന്നു. അത് ആശ്വാസം നൽകുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്റെ പ്രിയരെ, 2 കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ 5 മേഖലകൾ നീ ചിന്തിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദവും ഹവ്വായും ഏറ്റുവാങ്ങിയ 5 ശിക്ഷകൾ ഇതാ പുതിയ നിയമത്തിൽ 5 രക്ഷയായി മാറുകയാണ്. ഇതാ നിന്റെ ജീവിതത്തിൽ
എന്നേക്കുമായി പാപത്തിൽ നിന്നുള്ള വിടുതൽ, എന്നേക്കുമായിട്ട് രോഗത്തിൽ നിന്നുള്ള വിടുതൽ, എന്നേക്കുമായിട്ട് ശാപത്തിൽ നിന്നുള്ള വിടുതൽ, എന്നേക്കുമായിട്ട് മരണത്തിൽ നിന്നുള്ള വിടുതൽ, എന്നേക്കുമായിട്ട് വേദനയിൽ നിന്നുള്ള വിടുതൽ. ഓ കർത്താവ്, ഞാനിത് വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലും ഇത് സംഭവിക്കട്ടെ എന്ന് ഏറ്റെടുക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ഈ വിഷയങ്ങളിൽ ആരെങ്കിലും പെട്ടുകിടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സമയം എന്റെ കുടുംബത്തിലും എന്റെ വ്യക്തി ജീവിതത്തിലും ഇത് സംഭവിക്കട്ടെ. രണ്ട് കരങ്ങളും തുടർന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കണം. തലയ്ക്ക് മുകളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട. കൈകൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് നീ നിൽക്കുന്നത് കുരിശിലെ ഈശോയുടെ മുമ്പിലാണ്. യേശു നിനക്ക് വേണ്ടി മരിച്ചപ്പോൾ സാത്താനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി. ഈ മരണത്തെയും ശാപത്തെയും രോഗത്തെയും മരണത്തെയും വേദനയും എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്തു. അവന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യപ്പെട്ടിരിക്കുന്നു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവജനം ഇത് വിശ്വസിക്കുന്നു. യേശു എന്നെ രക്ഷിച്ചിരിക്കുന്നു, യേശു എന്നെ നേടിയിരിക്കുന്നു. ഇനി ഞാൻ സാത്താന്റെ അടിമയല്ല, ഇനി ഞാൻ ലോകത്തിന്റെ തിന്മയ്ക്ക് അടിമയല്ല, ഞാൻ പാപത്തിന് അടിമയല്ല, ഞാൻ രോഗത്തിന് അടിമയല്ല, ഞാൻ മരണത്തിന് അടിമയല്ല, ഞാൻ ശാപത്തിന് അടിമയല്ല, ഞാൻ വേദനയ്ക്ക് അടിമയല്ല. ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. കരങ്ങൾ ഉയർത്തി ദൈവജനം ഒരുമിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. നന്നായിട്ട് സ്തുതിച്ച പോരാ 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 പോരാ. നാമൊന്ന് സ്തുതിച്ചേ. ഈശോയെ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചേ. ദൈവമേ, അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. നന്നായിട്ട് സ്തുതിച്ചേ. Mighty power, the mighty anointing ദൈവമക്കളിലേക്ക് സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് സംഭവിക്കട്ടെ. കെട്ടുകൾ അഴിയപ്പെടട്ടെ, ഉമ്മയുടെ ഭാരങ്ങൾ അഴിയപ്പെടട്ടെ, ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയേ, ആരാധന 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 ആരാധന. കൈകളടിച്ച് ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. യെസ്, ആമേൻ. യെസ്, എന്റെ മേൽ സംഭവിക്കുന്നു. യേശുവേ, ശക്തിയോടെ കൈകരങ്ങളടിച്ച് എന്റെ കൃപ നിനക്കു മതി. ആമേൻ. കർത്താവിൻ തിരുവചനം എന്റെ കൃപ മാത്രം മതി. കർത്താവിന്റെ തിരുവചനം എന്റെ കൃപയാണ്. എന്റെ കൃപ നിനക്കു മതി. കർത്താവിൻ തിരുവചനം. ആമേൻ ആമേൻ. യേശുവേ, അനശ്വരമായ വചനമതീകി അഭിഷയമായി നടത്തിയിടുന്നു. കരങ്ങൾ ഉയർത്തി. കൃപയാലേ, ആമേൻ. കൃപയാലേ, കൃപയാലനുദിനവും പടിയേ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ആമേൻ. കൃപയാലേ, കൃപയാലേ, കൃപയാലനുദിനവും. യേശുവേ, രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ചു. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. കർത്താവിന്റെ കാരുണ്യം നിന്റെ മേൽ അനുഗ്രഹമായിട്ട് മാറട്ടെ. നിന്നെ ഭാരപ്പെടുന്ന എല്ലാ രോഗങ്ങളും പീഡകളും കർത്താവ് എടുത്തു മാറ്റട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഭരിക്കുന്നു.